കോഴിക്കോട് കാണാതായ യുവാവ് മരിച്ചെന്ന മൊഴി. എലത്തൂർ സ്വദേശി വിജിൻ മരിച്ചു എന്നാണ് മൊഴി. 2019 യുവാവിനെ കാണാതായത്. കൂട്ടുകാരായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2019 35 വയസ്സുള്ള വിജിൽ എന്ന യുവാവിനെ കാണാതാകുന്നത്. വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശിയാണ് വിജിൽ. അതിനുശേഷം വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. വിജിലിനെ കാണാനില്ല എന്ന പരാതി എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. ആ സമയത്ത് എലത്തൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നെങ്കിലും കൃത്യമായ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ വിജിൽ എങ്ങോട്ട് പോയി ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല. ഏകദേശം 1.5 വർഷത്തോളം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് ആ അന്വേഷണം കാര്യമായി നടന്നില്ല. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് പോലീസ് ഈ കോഴിക്കോട് ജില്ലയിൽ കാണാതായ ആളുകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തേടാനും ശേഖരിക്കാനും അതിൽ അന്വേഷണം നടത്താനും പോലീസ് തീരുമാനിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസും അവർ അന്വേഷിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ വിജിലിൻ്റെ കൂട്ടുകാരെ അവർ കസ്റ്റഡിയിലെടുത്തത്. അതായത് ഈ വിജിൽ ഈ സമയത്ത് അതായത് കാണാതായ ദിവസം അരയിടത്ത് പാലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. ആ സമയത്ത് വിജിലിൻ്റെ കൂട്ടുകാർ വിജിലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞു. വിജിലിൻ്റെ കൂട്ടുകാരായ നിഖിൽ അതോടൊപ്പം തന്നെ ദീപേഷ് എന്നീ 2 കൂട്ടുകാരെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്രയും വർഷം പിന്നിട്ട ഈ കേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. അതായത് വിജിൽ മരിച്ചു എന്നാണ് ഇപ്പോൾ കൂട്ടുകാർ നൽകിയിരിക്കുന്ന മൊഴി. മരിച്ചതിന് ശേഷം ഇവർ കുഴിച്ചിട്ടു എന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. അതായത് അന്ന് ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു. ബ്രൗൺ ഷുഗർ അമിത അളവിൽ വിജിലിൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചിരുന്നു. ഈ കുത്തിവെച്ചതിന് ശേഷം വിജിൽ ബോധാവസ്ഥയിലായി. അതിനുശേഷം പിന്നീട് മരണപ്പെടുകയാണ് എന്നാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ള നിഖിലും ദീപേഷും പറഞ്ഞിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെയാണ് FIR-ലും ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അന്ന് കാണാതായ ആ കേസിൽ കൃത്യമായ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇനി കൊലപാതകമാണ് എന്നുള്ള കാര്യമെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ മണിക്കൂറുകളിലും തുടർ ദിവസങ്ങളിലുമെല്ലാം തന്നെ കൂടുതൽ തെളിവെടുപ്പുകളും ചോദ്യം ചെയ്യലും അടക്കം നടക്കും. അതിനുശേഷം മാത്രമേ ഇത് കൊലപാതകമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂ. എന്തായാലും പ്രാഥമികമായി പോലീസിൻ്റെ നിഗമനം ഇത് മരണം തന്നെയാണ്. അമിത അളവിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള മരണം എന്ന് തന്നെയാണ് നിലവിൽ പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം.